Hello dear students, in this video we study Fleury's algorithm. An algorithm is a step-by-step procedure to solve a problem. Fleury's algorithm is an algorithm used to find an Euler circuit or Euler path from a connected graph. ഒരു കണക്റ്റഡ് ഗ്രാഫിൽ നിന്നും ഓയിലർ സർക്യൂട്ട് അല്ലെങ്കിൽ ഓയിലർ പാത്ത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ ഏത് അൽഗോരിതം യൂസ് ചെയ്യുന്നത്? ഫ്ലൂറീസ് അൽഗോരിതം യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഓയിലർ സർക്യൂട്ട്, ഓയിലർ പാത്ത്? Euler circuit is a closed vac containing all the edges of the graph. Closed vac containing all the edges of the graph is called an Euler circuit, and an open vac containing all the edges of the graph is called an Euler path. ഇപ്പോൾ സ്മാൾ സൈസ് ഗ്രാഫ് ഒക്കെ ആണെങ്കിൽ നമുക്കതിൽ നോക്കിയിട്ട് ഓയിലർ സർക്യൂട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ലാർജ് സൈസ് ഗ്രാഫ് വരുവാണെങ്കിൽ നമ്മൾ ഫ്ലൂറീസ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? ഓയിലർ സർക്യൂട്ട് ഓർ ഓയിലർ പാത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫ്ലൂറീസ് അൽഗോരിതം നോക്കുന്നതിന് മുമ്പ് കട്ട് എഡ്ജ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കട്ട് എഡ്ജ് പിന്നെ ഗ്രാഫ് ഈസ് ആൻ എഡ്ജ് ഹൂസ് റിമൂവൽ ഡിസ്കണക്ട്സ് എ കമ്പോണൻറ്റ് ഓഫ് ദ ഗ്രാഫ്. കട്ട് എഡ്ജ് ഓർ ബ്രിഡ്ജ് എന്ന് നമ്മൾ പറയും. എന്ത്? ബ്രിഡ്ജ്. കട്ട് എഡ്ജ് ഓർ ബ്രിഡ്ജ് ഈസ് ആൻ എഡ്ജ് ഹൂസ് റിമൂവൽ ഡിസ്കണക്ട്സ് എ കമ്പോണൻറ്റ് ഓഫ് ദ ഗ്രാഫ്. സപ്പോസ് ദിസ് ഈസ് ദ ഗ്രാഫ്. എഡ്ജസ് നെയിം ചെയ്യുന്നുള്ളൂ. E1, E2, E3, E4, E5, E6, E7. When we remove the edge E4, what happens? The graph becomes a disconnected graph. Then E4 is called a cut edge or bridge. E4 is called a cut edge or ബ്രിഡ്ജ്. അപ്പം E4 റിമൂവ് ചെയ്തപ്പം ആ ഗ്രാഫ് എന്തായി? ഡിസ്കണക്റ്റഡ് ഗ്രാഫായി. ദെൻ E4 എന്താണ്? കട്ട് എഡ്ജ് ഓർ ബ്രിഡ്ജ്. ഓക്കെ, ഇനി നമുക്ക് ഫ്ലൂറീസ് അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഗിവൺ ഗ്രാഫ് ഒരു കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കണം. നിങ്ങൾക്ക് എക്സാമിന് തരുന്ന ക്വസ്റ്റ്യൻസിൽ എന്തായിരിക്കും? കണക്റ്റഡ് ഗ്രാഫ് തന്നെയായിരിക്കും തന്നിരിക്കുന്നത്. നെക്സ്റ്റ്, ഫസ്റ്റ് വി കൗണ്ട് ദ നമ്പർ ഓഫ് ഓഡ് വെർട്ടിസസ്. ഓഡ് വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി ഓഡായിട്ടുള്ള വെർട്ടിസസ്. നമുക്കൊരു ഗ്രാഫ് കിട്ടുമ്പോൾ ആ ഗ്രാഫിൽ ഓഡ് ഡിഗ്രിയുള്ള എത്ര വെർട്ടിസസ് ഉണ്ടെന്ന് നോക്കുന്നു. ഓക്കെ, 3 കേസസ് വരും. ഫസ്റ്റ്, നോ ഓഡ് വെർട്ടിസസ്. സെക്കൻഡ്, 2 ഓഡ് വെർട്ടിസസ്. തേർഡ്, മോർ ദാൻ 2 ഓഡ് വെർട്ടിസസ്. നമ്മൾ ഓയിലർ ഗ്രാഫിൻ്റെ ഒരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. എ ഗ്രാഫ് ഈസ് കണക്റ്റഡ് ഗ്രാഫ് ഈസ് ആൻ ഓയിലർ ഗ്രാഫ് ഇഫ് ആൻഡ് ഓൺലി ഓൾ ദ വെർട്ടിസസ് ഹാവ് ഈവൻ ഡിഗ്രി. എല്ലാ വെർട്ടിസസിൻ്റെ ഡിഗ്രി ഈവൻ ആണെങ്കിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യൂ? ഓയിലർ സർക്യൂട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പം ഒരു ഗ്രാഫിൽ നോ ഓഡ് വെർട്ടിസസ് ആണെങ്കിൽ ദർ എക്സിസ്റ്റ് ആൻ ഓയിലർ സർക്യൂട്ട്. ഇഫ് ദ ഗ്രാഫ് ഹാസ് 2 odd vertices, then there exists Euler path. Euler path ആകുമ്പോൾ അതെന്തായിരിക്കും? ഓപ്പൺ ബാക്ക് ആയിരിക്കും, containing all the edges of the graph. Okay, if it contain more than 2 odd vertices, then there is no Euler path or Euler circuit. 3 cases: no odd vertices, 2 odd vertices, more than 2 odd vertices. No odd vertices, Euler circuit exists. 2 odd vertices, Euler path exists. More than 2 odd vertices, no Euler path or Euler circuit. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗ്രാഫ് കിട്ടുമ്പോൾ ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഓയിലർ പാത്ത് ആണോ ഓയിലർ സർക്യൂട്ട് ആണോ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. നെക്സ്റ്റ്, ഫസ്റ്റ് സ്റ്റെപ്പ്, ചൂസ് എ സ്റ്റാർട്ടിങ് വെർട്ടെക്സ്. നമുക്കിപ്പം ഒരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തല്ലേ ഒരു ക്ലോസ്ഡ് ബാക്ക് ഫൈൻഡ് ചെയ്യണത്. അപ്പം ഒരു വെർട്ടെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സ്റ്റാർട്ടിങ് വെർട്ടെക്സ് ചൂസ് ചെയ്യാൻ 2 കേസസ് അറേസ് ചെയ്യും. ഫസ്റ്റ്, നമ്മുടെ ഗ്രാഫിൽ ഓഡ് വെർട്ടെക്സ് ഉണ്ടെങ്കിൽ മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ് ഓഡ് വെർട്ടെക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഓഡ് വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇഫ് ദർ ഈസ് നോ ഓഡ് വെർട്ടെക്സ് ദെൻ വി ക്യാൻ ടേക്ക് എനി വെർട്ടെക്സ്. ഓഡ് വെർട്ടെക്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വെർട്ടെക്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന് ഓൾമോസ്റ്റ് ഓയിലർ സർക്യൂട്ട് ഫൈൻഡ് ചെയ്യാനായിരിക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഓയിലർ സർക്യൂട്ട് ആണെങ്കിൽ നമുക്ക് ഏത് വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രം ദാറ്റ്
Go along any edge from this vertex to another vertex. Remove these edges from the graph. സപ്പോസ് നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ V1, V2, V3, V4. V1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എവിടേക്കൊക്കെ മൂവ് ചെയ്യാം? V2ലേക്കും V3ലേക്കും ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. ദെൻ റിമൂവ് ദാറ്റ് എഡ്ജ് ഫ്രം ദ ഗ്രാഫ്. ആ എഡ്ജ് എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. ദെൻ യു ആർ ഓൺ ദ നെക്സ്റ്റ് വെർട്ടെക്സ് ഓഫ് ദ റിവേഴ്സ്ഡ് ഗ്രാഫ്. വി ആർ അറ്റ് V2. ചൂസ് എനി എഡ്ജ് ഫ്രം ദിസ് വെർട്ടെക്സ് ബട്ട് നോട്ട് എ കട്ട് എഡ്ജ്. നമ്മളിപ്പം V2ൽ നിന്ന് അടുത്ത എഡ്ജ് ചൂസ് ചെയ്യുമ്പോൾ എന്ത് എഡ്ജ് ചൂസ് ചെയ്യരുത്? കട്ട് എഡ്ജ് ചൂസ് ചെയ്യരുത്. കട്ട് എഡ്ജ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടിങ് വെർട്ടെക്സിലേക്ക് പോകാൻ പറ്റില്ല. സോ കട്ട് എഡ്ജ് ചൂസ് ചെയ്യരുത്. നമുക്ക് നിങ്ങൾക്ക് വേറെ എഡ്ജസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചൂസ് ചെയ്യാവൂ? കട്ട് എഡ്ജ് ചൂസ് ചെയ്യാമോ? ഓക്കെ. Choose any edge from this vertex but not a cut edge unless you have no other option. Go along your chosen edge. Remove that edge from the graph. ആ ഗ്രാഫിൽ നിന്ന് ആ എഡ്ജ് റിമൂവ് ചെയ്യുക. Then repeat step 2. Then again move to next vertex that is not a cut edge. Then remove that edge from the graph and repeat this process until all the edges are used in the path. Then in the first case യു വിൽ ബാക്ക് അറ്റ് ദ സ്റ്റാർട്ടിങ് വെർട്ടെക്സ്. അതായത് നമ്മുടെ ഗ്രാഫിൽ ഓഡ് വെർട്ടെക്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ എത്താം. അപ്പോൾ അത് എന്തായിരിക്കും? ഓയിലർ സർക്യൂട്ട് ആയിരിക്കും. ഇൻ ദ സെക്കൻഡ് കേസ് യു വിൽ എൻഡ് അറ്റ് അതർ ഓഡ് വെർട്ടെക്സ്. സെക്കൻഡ് കേസിൽ നമ്മൾ ഒരു ഓഡ് വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ വേറൊരു ഓഡ് വെർട്ടെക്സ് ഉണ്ടല്ലോ, 2 ഓഡ് വെർട്ടെക്സ് അല്ലേ, അടുത്ത ഓഡ് വെർട്ടെക്സിലായിരിക്കും എന്ത് ചെയ്യുന്നത്? എൻഡ് ചെയ്യുന്നത്. ദെൻ വി ഗെറ്റ് ആൻ ഓയിലർ പാത്ത്. ഓക്കെ. ക്വസ്റ്റ്യൻ: Using Flory's algorithm, find an Euler circuit or Euler path from the following graph. This is the graph. The vertices A, B, C, D, E and F. Okay. Flory's algorithm first step എന്താണ്? First count the number of odd vertices. Degree of each vertex എന്താണ്? Degree of A equal to 2. Degree of B equal to 4. Degree of C equal to 2. Degree of D equal to 4. Degree of E equal to 2. Degree of F equal to 2. There is no odd vertices. There is no odd vertices. So there exists Euler circuit. Therefore, Euler circuit exists. There exists Euler circuit. Okay. So from this graph, we can identify an Euler circuit. നെക്സ്റ്റ് സ്റ്റെപ്പ് 1 എന്തായിരുന്നു? സ്റ്റെപ്പ് 1 ചൂസ് എ വെർട്ടെക്സ്. സ്റ്റെപ്പ് 1 ചൂസ് എ വെർട്ടെക്സ്. ആ വെർട്ടെക്സ് ചൂസ് ചെയ്യാൻ ദർ ഈസ് നോ ഓഡ് വെർട്ടെക്സ്. സോ വി ക്യാൻ ചൂസ് എനി വെർട്ടെക്സ്. ഓഡ് വെർട്ടെക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏത് വെർട്ടെക്സിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് സ്റ്റാർട്ട് ചെയ്യുന്നു? എ. ചൂസ് എ വെർട്ടെക്സ് എ. ദെൻ സ്റ്റാർട്ട് ഫ്രം എ. നമ്മൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ദർ എക്സിസ്റ്റ് 2 എഡ്ജസ് എ സി ആൻഡ് എ ബി. നമുക്ക് എ സിയോ എ ബിയോ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ. അപ്പം എ സിയോ എ ബിയോ ചൂസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. അപ്പോൾ എ സി റിമൂവ് ചെയ്യുന്നു. റിമൂവ് എ സി. നമ്മൾ ഏത് റിമൂവ് ചെയ്യുന്നു? എ സി. വി ക്യാൻ റിമൂവ് എയ്തർ എ സി ഓർ എ ബി. റിമൂവ് എ സി. എ സി റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗ്രാഫ് എന്താക്കും? എ, ബി, ബി ടു എഫ്, ബി ടു ഡി, ഡി ടു ഇ, ബി ടു ഇ, ഡി ടു എഫ്, സി ടു ഡി, സി ടു ഡി. ഓക്കെ.
remove AC, then we get this graph ABFCDE. Then the VAC is A to C. VAC is A to C. ഇവിടെ വെർട്ടെക്സ് ഉണ്ടായിരുന്നെങ്കിൽ എഡ്ജ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പം E1 ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിതിനെ A എഡ്ജ് നെയിം ചെയ്താൽ E1 ഉണ്ടെങ്കിൽ AE1C എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്ത് കൊടുത്താൽ മതി? A to C. ദിസ് ഈസ് ദ VAC. നെക്സ്റ്റ് സ്റ്റെപ്പ് 2. ഇൻ സ്റ്റെപ്പ് 2 നമുക്ക് എന്ത് റിമൂവ് ചെയ്യാം? സിയിൽ നിന്നുള്ള എഡ്ജ് നോക്കണം. സിയിൽ നിന്ന് ഇവിടെ ഓൺലി 1 എഡ്ജ് അല്ലേ ഉള്ളൂ. റിമൂവ് ദാറ്റ് എഡ്ജ്. റിമൂവ് CD. റീസൺ only 1 edge. C to D only 1 edge. So remove that edge. റിമൂവ് ചെയ്യുക. ഓരോ സ്റ്റെപ്പിലും ഓരോ എഡ്ജ് റിമൂവ് ചെയ്യുക. ബ്രാക്കറ്റിൽ റീസൺ കൊടുക്കുക. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിമൂവ് ചെയ്തിട്ടുള്ള ഗ്രാഫ്. ദെൻ ദ റെഡ്യൂസ്ഡ് ഗ്രാഫ് നമ്മുടെ ഗ്രാഫിൽ നിന്നും CD റിമൂവ് ചെയ്യണം. ദെൻ ദ ഗ്രാഫ് ബിക്കംസ് AB, BF, BD, DE, DF, BE. Okay, and this is C. Then the VAC is A to C. From C to D. From C we move to D. Then A to C, C to D. First VAC A to C. Second A to C to D. Next step 3. Step 3 എന്ത് വരും? From D there exists 1, 2, 3 edges. From D there exists 3 edges. അപ്പോൾ നമ്മൾ ആരെ റിമൂവ് ചെയ്യും? നോക്കണം, ഇതിലേതെങ്കിലും ഒന്ന് കട്ട് എഡ്ജ് ആണോ എന്ന്. കട്ട് എഡ്ജ് എന്തായിരുന്നു? ആ എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആകും. അപ്പം DE റിമൂവ് ചെയ്താൽ ഈ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആകുമോ? ഇല്ല. DF റിമൂവ് ചെയ്താലും ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആകില്ല. DB റിമൂവ് ചെയ്താലും ഗ്രാഫ് എന്താകില്ല? ഡിസ്കണക്റ്റഡ് ആകില്ല. അപ്പം നമുക്ക് ഏത് എഡ്ജ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. റിമൂവ് DE ചൂസ് ചെയ്യും. DE റീസൺ കൊടുക്കുക. നോട്ട് എ കട്ട് എഡ്ജ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് വേണം? നമ്മുടെ റെഡ്യൂസ്ഡ് ഗ്രാഫ് വരയ്ക്കണം. DE റിമൂവ് ചെയ്തിട്ടുള്ള ഗ്രാഫ്. ദ ഗ്രാഫ് ഈസ് A to B, B to F, B to D, this is C, E, D to F, B to E. Okay. Then the VAC is first A to C, C to D. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് വരെയുള്ളത് എഴുതുക. A to C, C to D. Then here we move to D to E. Then A to C, C to D, D to E. Next step 4. സ്റ്റെപ്പ് 4ൽ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഇയിലാണ്. ഇയിൽ നിന്ന് എത്ര എഡ്ജസ് ഉണ്ട്? ഓൺലി 1 എഡ്ജ്. ഏതാണ്? BE. സോ റിമൂവ് BE. റിമൂവ് BE. Reason only 1 edge. Then the graph becomes A to B, B to F, B to D, D to F, C and E. Okay, then the VAC is A to C, C to D, D to E and E to B and E to B. Okay, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളിപ്പം ഏത് വെർട്ടെക്സിലാണ് നിൽക്കുന്നത്? ബിയിൽ നിന്ന് 2 എഡ്ജസ് ഉണ്ട്. നോക്കേ, ബിയിൽ നിന്ന് നമുക്ക് എയിലേക്ക് മൂവ് ചെയ്യാം, ബിയിൽ നിന്ന് എഫിലേക്ക് മൂവ് ചെയ്യാം. B to A മൂവ് ചെയ്യുമോ? B to A, അതായത് ബിയെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമോ? ബിയെ റിമൂവ് ചെയ്താൽ
ഈ ഗ്രാഫ് എന്താകും? ഡിസ്കണക്റ്റഡ് ആകില്ലേ? ബിയെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എയിലാണ്, എയിൽ നമുക്ക് എത്താൻ പറ്റില്ല, ഗ്രാഫ് എന്താകും? ഡിസ്കണക്റ്റഡ് ആകും. അപ്പം ഇതെന്താണ്? ബി എന്ന് പറയുന്നത് കട്ട് എഡ്ജ് ആണ്. സോ ഡോണ്ട് ചൂസ് ബി എ, ദെയർഫോർ ചൂസ് ബി എഫ്, ദറ്റ് ഈസ് റിമൂവ് ബി എഫ്. ഇവിടെ ബി എ റിമൂവ് ചെയ്താൽ അത് കട്ട് എഡ്ജ് ആണ്. കട്ട് എഡ്ജ് നമുക്ക് വേറെ എഡ്ജസ് ഒന്നും ഇല്ല, നമുക്കിനി ആ കട്ട് എഡ്ജ് മാത്രമേ ഉള്ളൂ എന്നുള്ള കേസിൽ മാത്രമേ നമ്മൾ ബി എ റിമൂവ് ചെയ്യാവൂ. ഓക്കെ, ഇവിടെ ഇപ്പം ആരെ റിമൂവ് ചെയ്യാം? ബി എഫ്. ഇപ്പം കട്ട് എഡ്ജ് വരുന്ന കേസ് മനസ്സിലായല്ലോ. ബി എ റിമൂവ് ചെയ്താൽ ഈ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആകും. നമ്മുടെ മുന്നിൽ ഒരു കട്ട് എഡ്ജ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ വാക്കിലൂടെ പോകരുത്. നമുക്ക് ഒരു വേറെ ഓപ്ഷനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ ആ വാക്കിലൂടെ പോകാമോ. ഓക്കെ, ദെൻ റിമൂവ് ബി എഫ്. സ്റ്റെപ്പ് 5, റിമൂവ് ബി എഫ്. Step 5, remove BF. Then the graph becomes A to B, B to D, F to D, E, C. Okay, then the VAC is A to C, C to D, D to E, E to B, B to F. ഇവിടെ നമ്മൾ റീസൺ എഴുതിയില്ലായിരുന്നല്ലോ. റിമൂവ് ബി എഫ്, നോട്ട് എ കട്ട് എഡ്ജ്. Don't remove AB because it is a cut edge. Okay, then next step 6, F to D only one edge, so remove that edge. Remove FD. Reason, only one edge. And the graph endagum? A to B, B to D, F, E, C. Then the VAC is A to C, C to D, D to E, E to B, B to F, F to D. Okay, vertex repeat ചെയ്ത് വരാം, in the edges repeat ചെയ്ത് വന്നാൽ മതി. Okay, then next step 6, 7. From D only one edge, DB. So remove DB. Remove DB. Reason, only one edge. Graph endagum? A to B. Only one edge മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എന്തായിരിക്കും? വെർട്ടെക്സുകളായിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് കിട്ടിയ വാക്ക് എന്താണ്? A to C, C to D, D to E, E to B, B to F, F to D, B to last A, B to A. Vac is A to C, C to D, D to E, E to B, B to F, F to D, D to B and B to A. This is a closed vac containing all the edges of the graph starting from A and insert A. A യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെ എൻഡ് ചെയ്യുന്ന ക്ലോസ്ഡ് വാക്ക് ആണ്. ക്ലോസ്ഡ് വാക്ക് കണ്ടെയ്നിങ് ഓൾ ദ എഡ്ജസ് ഈസ് കോൾഡ് ആൻ Eulerian circuit. So this closed vac is an Eulerian circuit. This is an Eulerian circuit. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗിവൺ ഗ്രാഫിൽ നിന്ന് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്തു? Eulerian സർക്യൂട്ട്. Eulerian സർക്യൂട്ട് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ ആ ഫസ്റ്റ്
വെർട്ടെക്സിൻ്റെ എല്ലാം ഡിഗ്രി ചെക്ക് ചെയ്യുക. ഡിഗ്രി ചെക്ക് ചെയ്തിട്ട് ഓയിലർ സർക്യൂട്ടാണോ ഓയിലർ പാത്താണോ എക്സിസ്റ്റ് ചെയ്യുന്നത് നോക്കുക. എന്നിട്ട് ഓരോ ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് വെർട്ടെക്സ് അതിൽ നിന്ന് ഓരോ എഡ്ജസ് റിമൂവ് ചെയ്ത് പോവുക. എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ ഇതും കൂടെ കൊടുക്കുക, അതിൻ്റെ റീസണും കൂടെ കൊടുക്കുക. റിമൂവ് ചെയ്തിട്ടുള്ള ഗ്രാഫ് വരയ്ക്കുക, വാക്ക് എഴുതുക. ഓക്കെ. Next question, using Flory's algorithm, find an Euler circuit or Euler path from the following graph. Okay. First, count the number of odd vertices. Okay. Degree of each vertex nokam. D of A equal to 1, 2, 3. 1, 2, 3, 4. Degree of A equal to 4. Degree of B equal to 1, 2, 3, 4. Degree of C equal to 2. Degree of D equal to 1. Degree of E equal to 2. Degree of F equal to 3. Degree of G equal to 2. Okay, vertex ayallo A, B, C, D, E, F, G. Okay. Then number of odd vertices. Odd vertices ഏതൊക്കെയുണ്ട്? D and F. 2 odd vertices. 2 odd vertices. 2 odd vertices ആണെങ്കിൽ എന്താണ്? 2 odd vertices ആണെങ്കിൽ case 2. Then there exists Euler path. Euler path exists. അതെന്തായിരിക്കും? ഓപ്പൺ വാക്ക് കണ്ടെയ്നിങ് ഓൾ ദ എഡ്ജസ്. ദെൻ സ്റ്റെപ്പ് 1, ചൂസ് എ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ്. നമ്മളിവിടെ ആരെ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ആക്കി ചൂസ് ചെയ്യും? ഓഡ് വെർട്ടിസസ് ഉണ്ടെങ്കിൽ ഓഡ് വെർട്ടിസസിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ ആരെ ഓഡ് വെർട്ടിസ് ആരാണ്? എഫ് ഉണ്ട്, ഡി ഉണ്ട്. നമുക്ക് എഫിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എഫിൽ നിന്നോ ഡിയിൽ നിന്നോ ഏതിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വി സ്റ്റാർട്ട് ഫ്രം എഫ്. Start from F. Then there exist 3 edges B, FG, FE, FA. ഇത് റിമൂവ് ചെയ്യാം. ഇവിടെ കട്ട് എഡ്ജ് ഒന്നും വരുന്നില്ലല്ലോ. Then remove FG. Okay. Remove FG. Not a cut edge. Okay, then the graph becomes FG remove ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രാഫ് എങ്ങനെയാക്കും? B2 BEA F EF AC AD BC PG FG ഉണ്ടായിരുന്നല്ലോ. then BG. Okay, remove FG, not a cut edge. Then the back is F2 G. Then in step 2 remove FG remove ചെയ്തിട്ട് ഇവിടെ ഡ്രോ remove FG ആണ്. Okay, then from G only one edge GB. Then remove GB. Only one edge. Okay, then the graph becomes GB la GB remove ചെയ്തിട്ടുള്ള ഗ്രാഫ് BE AB AF EF AC AD CB. ഇപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ വാക്ക് എന്താണ്? F2G G2
B. Remove ചെയ്ത് GB. So GB. Okay. Now we are at B. Then there exist 3 edges. BC, BA, BF. കട്ട് എഡ്ജ് ഏതെങ്കിലും ഉണ്ടോ? BC കട്ട് എഡ്ജ് ആണോ? അല്ല. BA കട്ട് എഡ്ജ് അല്ല. Bയും കട്ട് എഡ്ജ് അല്ല. റിമൂവ് BC. Okay, step 3. Remove BC. Reason, not a cut edge. Then the graph becomes BC and BE, BE, AB, AF, EF, AC, AD. Then the back is F to G, G to B, B to C. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? സിയിൽ. ഫ്രം സി only one edge CA, then remove CA. Okay, step 4, remove CA. നമ്മൾ റിമൂവ് ചെയ്ത വെർട്ടെക്സ് G ഇവിടെയൊക്കെ ഉണ്ട്, മാർക്ക് ചെയ്തേക്കണേ. ഇവിടെ എല്ലാം ആരുണ്ട്? G ഉണ്ട്. Okay. Then step 4, remove CA. Reason, only one edge. Then the graph becomes BE, BA, AF, EF, here G, C, AD. Then the back is F to G, G to B, B to C and C to A. Okay. Now we are at the A. Then there exist 3 edges DA, DB, DF. ഏത് റിമൂവ് ചെയ്യും? DA, AD റിമൂവ് ചെയ്യാൻ പറ്റുമോ? AD റിമൂവ് ചെയ്താൽ എന്താവും? ഈ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. നമ്മൾ എയിൽ നിന്ന് ഡിയിലെത്തി. നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല. സോ AD ഈസ് എ കട്ട് എഡ്ജ്. സോ ഡോണ്ട് റിമൂവ് ദിസ് കട്ട് എഡ്ജ്. either remove AB or AF. Then step 5, remove AB. Reason, not a cut edge. Then our graph becomes BE, AB അല്ലേ റിമൂവ് ചെയ്ത്, BE, A, F, C, AD, G. Okay, our work is F to G, G to B, B to C, C to A to B. ഓക്കെ, ഇവിടെ വാക്ക് എഴുതുമ്പോൾ വെർട്ടെക്സുകൾ റിപ്പീറ്റ് ചെയ്ത് വരുമേ. ഇതെല്ലാം ഓരോ എഡ്ജാണ്, എഫ് ജി, ജി ബി, ബി സി. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് 6. നമ്മളിപ്പം ഏത് വെർട്ടെക്സിലാണ്? ബിയിൽ. ഫ്രം ബി only one edge B. So remove BE. Remove BE. Reason, only one edge. Okay, then the graph becomes B, E, A, F, F, E, G, C, D. Okay, then our back is F to G, G to B, B to C, C to A to B, B to E. Then step 7. In step 7, now we are at E. There is only one edge EF. So remove EF. Remove EF. Reason,
only one edge. Then our graph becomes B, E, AF, G, C, D. Back is F to G, G to B, B to C, C to A to B, B to E, and E to F. Okay. Step 8. F ilana from F only one edge FA. Then remove FA. Reason only one edge. Then the graph becomes B, E, A, F, G, C, D. Okay. Then our back is F to G, G to B, B to C, C to A to B, B to E to F, F to A. Then step 9. Remove AD. Remove AD. Reason only one edge. Graph endagum B, E, A, F, G, C, D. Okay. Back endai F to G, G to B, B to C, C to A to B, B to E to F, F to A and A to D. അപ്പോൾ നമ്മൾ എവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? ഒരു ഓഡ് വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എവിടെ എൻഡ് ചെയ്തു? ഓഡ് വെർട്ടെക്സിൽ എൻഡ് ചെയ്തു. ഓക്കെ. ഇത് ക്ലോസ്ഡ് വാക്കാണോ? നമുക്ക് ആ വാക്കൊന്ന് നോക്കാം. F to G, G to B, B to C, C to A to B, B to E to F, F to A and A to D. This is an open vac. അത് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നത് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടെക്സിലാണ്. ദിസ് ഈസ് ആൻ ഓപ്പൺ വാക്ക് കണ്ടെയ്നിങ് ഓൾ ദ എഡ്ജസ് ഓഫ് ദ ഗ്രാഫ്. ദെയർഫോർ ഇറ്റ് ഈസ് ആൻ ഓയിലർ പാത്ത്. ഇതാണ് എന്ത്? ഓയിലർ പാത്ത്. ഓപ്പൺ വാക്ക് ആണെങ്കിൽ ഓപ്പൺ വാക്ക് കണ്ടെയ്നിങ് ഓൾ ദ എഡ്ജസ് ഈസ് കോൾഡ് ആൻ ഓയിലർ പാത്ത്. അപ്പോൾ നമ്മൾ ഓയിലർ സർക്യൂട്ടും ഓയിലർ പാത്ത് ഫൈൻഡ് ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. എക്സാമിന് യൂസിങ് ഫ്ലോറേസ് അൽഗോരിതം ഫൈൻഡ് ആൻ ഓയിലർ പാത്ത് ഓർ ഓയിലർ സർക്യൂട്ട് ക്വസ്റ്റ്യൻ കാണും. ഓക്കെ, താങ്ക്സ്.